Welcome to Bake Shop Creations. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ക്രിസ്മസിൻ്റെ പ്ലം കേക്ക് ആണ്. എല്ലാ ആൾക്കാർക്കും വീട്ടിൽ ഓവൻ ഉള്ളവർക്കും ഓവൻ ഇല്ലാത്തവർക്കും ചെയ്യാൻ സാധിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള പ്ലം കേക്ക് റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം ഇതിന് ഒരുപാട് ഡിഫിക്കൽട്ടീസോ അങ്ങനെ പ്രശ്നങ്ങളോ ഒന്നുമില്ല. വളരെ ലളിതമായ പ്രൊസീജിയർ വഴി നമുക്ക് നല്ല പ്ലം കേക്ക് നമ്മൾ കുക്കർ ഉപയോഗിച്ച് നമുക്ക് വീട്ടിൽ ചെയ്യാൻ സാധിക്കും. അപ്പം അതാണ് നിങ്ങളിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം here is the recipe. Let's go to the bake shop. ആദ്യം തന്നെ കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ പ്രിപ്പയർഡ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ പ്രിപ്പയർഡ് ആവാൻ വേണ്ടി ആദ്യമേ തന്നെ നമുക്ക് നമ്മുടെ കേക്ക് മോൾഡ് സെറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷം മാത്രമേ ഉള്ളൂ ബാക്കി ഏത് ജോലിക്കും പോകാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളിന്ന് സെറ്റ് ചെയ്യുന്നത് 5 ഇഞ്ചിൻ്റെ കേക്ക് മോൾഡാണ് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് നമ്മൾ കാരാമൽ ഉണ്ടാക്കുവാണ്. എപ്പോഴും കാരാമലാണ് നല്ലൊരു പ്ലം കേക്കിൻ്റെ ഫ്ലേവറും അതുപോലെ തന്നെ നല്ല കളറും കൊടുക്കുള്ളൂ. അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന 2 ടേബിൾ സ്പൂൺ വാട്ടറും അതുപോലെ തന്നെ 1/2 കപ്പ് ഷുഗറുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കാരാമലിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ശരിക്കും പറയാൻ ഡാർക്ക് ബ്രൗൺ കളർ നമുക്ക് വേണം. അങ്ങനെ കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു പ്രാവശ്യം മാത്രമേ ഉള്ളൂ കാരാമൽ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ അത് ക്രിസ്റ്റലൈസ് ആവും. നമുക്ക് അങ്ങനത്തെ ആ ഒരു സിറ്റുവേഷൻ വേണ്ട. അതുകൊണ്ട് നമ്മൾ ഒരു പ്രാവശ്യം ഇളക്കിയിട്ട് നന്നായിട്ട് തിളപ്പിച്ച് കാരാമൽ കളറാക്കി എടുക്കുക. അപ്പോൾ ഇടയ്ക്ക് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ കളർ നടുക്ക് വരുന്നുണ്ടെങ്കിലും മൊത്തത്തിലൊന്ന് ഇളക്കിയെടുത്താൽ മതി കേട്ടോ. ഇത് നന്നായിട്ട് ഡാർക്ക് ബ്രൗൺ കളറായി കഴിയുമ്പോഴത്തേന് 1/2 കപ്പ് വാട്ടർ ആഡ് ചെയ്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അന്നേരം നമ്മൾ സ്പൂൺ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കിയ കാരാമലോട്ട് ചൂടോടുകൂടി നല്ല തണുത്ത ബട്ടർ ആഡ് ചെയ്യുക. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യണം നമ്മുടെ ഈ മിക്സർ തണുക്കാൻ വേണ്ടി. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ തണുത്ത ബട്ടർ ആഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ലിക്വിഡ് നന്നായിട്ട് തണുക്കും. തണുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ഡ്രൈ ഫ്രൂട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള റെസിപ്പി നിങ്ങൾക്കതിൽ നിന്ന് എടുക്കാം. ആ റെസിപ്പിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. 1.5 കപ്പ് മിക്സ് ഫ്രൂട്ടാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ബട്ടറിൻ്റെ അളവ് പറയാൻ മറന്നുപോയി. നമ്മൾ ആഡ് ചെയ്യുന്നത് 5 ടേബിൾ സ്പൂൺ ബട്ടറാണ് കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അപ്പോൾ നല്ല ആ ബാറ്റർ ഫുള്ളായിട്ടൊന്ന് തണുക്കും. തണുത്ത് കഴിയുമ്പോഴത്തേനും 1 ടേബിൾ സ്പൂൺ വാനില എസൻസ്, 1/4 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ്, 1/4 ടീസ്പൂൺ ആൽമണ്ട് എസൻസ് ഇതിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2 മുട്ട ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മുട്ട നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം നമുക്ക് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മൈദ ആഡ് ചെയ്യുന്ന 1 കപ്പ് അതുപോലെ തന്നെ 1/4 കപ്പ് പിന്നെ 1/3 കപ്പാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, 1 കപ്പ് അതുപോലെ തന്നെ 1/3 കപ്പ് ആൻഡ് 1/4 കപ്പ് കൂടെ അതിട്ട് നന്നായിട്ട് സ്ട്രെയിൻ ചെയ്തിരുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ലംസൊക്കെ ഉണ്ടെങ്കിൽ കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേനുള്ള പ്രശ്നങ്ങളൊക്കെ മാറും. ചിലപ്പോൾ കട്ടയൊക്കെ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാകാൻ വേണ്ടിയാണ് കേട്ടോ ഇത്. അതിനുശേഷം നമ്മൾ ഇടാൻ പോകുന്നത് 1.5 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇതൂരിട്ട് നന്നായിട്ട് ഈ മിക്സർ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ബേക്കിംഗ് പൗഡർ ഇട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മിക്സർ ഇൻ കേസ് നല്ല ചൂടാണെങ്കിൽ അപ്പം തന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ആക്റ്റീവ് ആവും. അങ്ങനെ ആവാൻ പാടില്ല. അപ്പോൾ എപ്പോഴും മേക്ക് ഷുവർ ചെയ്യുക നമ്മളുണ്ടാക്കിയ മിക്സർ ഇച്ചിരി തണുത്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഉള്ളൂ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യാവുള്ളൂ കേട്ടോ. ഇനി നമ്മൾ മോൾഡിലോട്ട് മാറ്റുകയാണ്. ഇത് നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച മോൾഡാണ്. 5 ഇഞ്ചിൻ്റെ മോൾഡാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിലോട്ട് നമ്മളുണ്ടാക്കിയ മൊത്തം മിക്സ്ചറും ആഡ് ചെയ്ത് നമുക്ക് ബേക്കിങ്ങിലോട്ട് പോകാം. അപ്പം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഒരുപാട് ടാപ്പ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഈ റെസിപ്പിക്ക്.
ഇനി നമുക്ക് കുറച്ച് ഭംഗിക്ക് വേണ്ടി കാഷ്നട്ടോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും മുകളിൽ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ബേക്കിങ്ങിന് പോകുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം അറിഞ്ഞിരിക്കണം, വേറൊന്നുമല്ല, നമ്മുടെ കുക്കർ ഒരു 5 മിനിറ്റും ഏലും നല്ലോണം ഹീറ്റായതിന് ശേഷം ഏകദേശം ഒരു സ്മോക്ക് വന്നതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മുടെ ഇത് വെക്കാവുള്ളൂ. ഏകദേശം നമ്മൾ വെക്കേണ്ടത് 1 മണിക്കൂറാണ് കേട്ടോ. അട്ട് സ്ലോ ഫ്ലെയിമിലാണ് പിന്നെ ബേക്ക് ചെയ്യേണ്ടത്. 5 മിനിറ്റ് നല്ല ഫാസ്റ്റായിട്ടും അതുപോലെ തന്നെ 1 മണിക്കൂർ സ്ലോ ആയിട്ടും കേട്ടോ. നിങ്ങൾക്ക് കാണാൻ സാധിക്കും കൃത്യമായിട്ടുള്ള ഹൈറ്റും ആ സ്ട്രക്ചറും വന്നിട്ടുണ്ട് പ്ലം കേക്കിൻ്റെ. നമ്മളുണ്ടാക്കിയ 5-ൻ്റെ മോൾഡാണ്ട് ആ ഹൈറ്റ് ഡബിൾ ദ ഹൈറ്റ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ സമയത്ത് നിങ്ങൾക്കൊരു നൈഫോ അല്ലെങ്കിൽ ടൂത്ത് പിക്ക് ഇടാം. ടൂത്ത് പിക്ക് നീളക്കുറവായിരിക്കും, അതുകൊണ്ടാണ് നൈഫ് ഇട്ട് കേട്ടോ. ഇത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ അപ്പം തന്നെ ഡീമോൾഡ് ചെയ്ത് മാറ്റണം. വേറൊന്നുമല്ല, അതിൻ്റെ സൈഡ് മുഴുവൻ പനിച്ചു വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറേശ്ശെ അടന്നു പോകാൻ തുടങ്ങും. അപ്പോൾ ബേക്ക് ചെയ്ത ഉടനെ തന്നെ നമ്മൾ ഡീമോൾഡ് ചെയ്യാനും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും റം ഉപയോഗിക്കുന്നുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് റം ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇത് ഏകദേശം നമുക്കൊരു 28 ദിവസം വരെ സേഫായിട്ട് കീപ്പ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കേക്കാണ് കേട്ടോ. ഒരുപാട് കാലമായിട്ടുള്ള ഒരുപാട് പേർ റിക്വസ്റ്റാണ് ഷെഫേ ഓവൻ ഇല്ലാത്ത കേക്ക് ചെയ്യണം എന്നുള്ളത്. നമ്മൾ പ്ലം കേക്കിൽ നമ്മൾ ഓവൻ ഇല്ലാത്ത കേക്ക് ആദ്യമേ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വളരെ സക്സസ്ഫുള്ളായിട്ടും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കാണിച്ചു തന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം അതിൻ്റെ കമൻറ്റ്സ് നിങ്ങൾ താഴെ ചെയ്യണം കേട്ടോ, അതിൻ്റെ റിസൾട്ടിൻ്റെ കാര്യങ്ങൾ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. See you next time.